നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഭൂട്ടാൻ വാഹന തട്ടിപ്പ് കേസിന്റെ മുഖ്യ സൂത്രധാരൻ ആരാണ്? മൂവാറ്റുപുഴക്കാരൻ മാഹിൻ അൻസാരിക്ക് കേസിലുള്ള പങ്കെന്താണ്? ഇതോടൊപ്പം കേരളം ഈ പകൽ ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ചേർത്തലയിലെ ഐഷ തിരോധാന കേസ്. ഐഷ കേസിൽ സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തായ റോസമ്മയെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. ആ വാർത്തകളിലേക്ക് പോകും മുൻപ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് CPM വനിതാ നേതാവ് KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസാണ്. ആ കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ KM ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുന്നു. എറണാകുളം സൈബർ ക്രൈം പോലീസാണ് ആക്കുളത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത്. ഷാജഹാന്റെ മകന്റെ ലാപ്ടോപ്പും മൊബൈലും കസ്റ്റഡിയിലെടുത്തു. അതേസമയം അറസ്റ്റിലായ ഷാജഹാനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ആലുവയിലെ സൈബർ സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ. KJ ഷൈൻ നൽകിയ രണ്ടാമത്തെ പരാതിയിൽ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. പൊതുവിടം മാലിന്യ വിമുക്തമാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നായിരുന്നു KJ ഷൈന്റെ പ്രതികരണം. ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഭരണകൂടം ഉറപ്പു തന്ന തടസ്സങ്ങൾ നീക്കാനുള്ള എല്ലാ സഹായങ്ങളും ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതിന് കേരള പോലീസിനോട് ഒരു ബിഗ് സല്യൂട്ട്. പരാതി കൊടുക്കുന്നത് പരാതിക്ക് കാരണമായ സംഭവങ്ങൾ തുടർന്നും ഉണ്ടാകുന്നു. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു. ഹരിത കേരള ക്യാമ്പയിൻ നിങ്ങൾക്കറിയാലോ, മാലിന്യമുക്ത നവകേരളം. ആ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാകണം, ആ ക്യാമ്പയിന്റെ ഭാഗമാക്കണം. നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന ദുർഗന്ധങ്ങൾ, ആ ദുർഗന്ധങ്ങൾ നമുക്ക് ദുർഗന്ധരഹിതമായി സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അതിനെ ഒന്ന് നമ്മൾ എറിയാതിരിക്കണം, മറ്റൊന്ന് എറിയുന്നവരെ കണ്ടാൽ അവരെ തിരുത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ആ ക്യാമ്പയിൻ മുന്നോട്ട് പോവുക, അതിന് ശക്തമായി പ്രതികരിക്കാൻ കഴിവുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, ഈ CPM വനിതാ നേതാവ് KJ ഷൈനെതിരായിട്ടുള്ള ആദ്യത്തെ വ്യക്തിപരമായ അധിക്ഷേപം, അതിൽ കൃത്യമായ പേര് പരാമർശിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കേസിൽ നിന്നും ഊരിപ്പോരാൻ ഷാജഹാന് കഴിഞ്ഞതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഷാജഹാനെ ചോദ്യം ചെയ്ത ശേഷം അയാൾ തിരികെ വീട്ടിലെത്തുന്നു. അന്ന് രാത്രി തന്നെ KJ ഷൈൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള യൂട്യൂബ് വീഡിയോയുമായി വീണ്ടും ഷാജഹാൻ രംഗത്തെത്തുന്നു. ഇതോടുകൂടി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. ഇപ്പോൾ റെയ്ഡ് തുടരുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊച്ചിയിൽ നിന്ന് പോലീസ് സംഘം എത്തി ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോയ അതേ വീട്ടിലാണ് ഇപ്പോൾ സൈബർ ക്രൈം പോലീസിന്റെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിന്റെ 5-അംഗ സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീടിനുള്ളിൽ നിന്ന് ഒരു ലാപ്ടോപ്പും മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് സൈബർ ക്രൈം പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം KM ഷാജഹാന്റെ മകന്റെ മൊഴി എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പരിശോധനകൾ ഇത്രയധികം സമയമായിട്ടും തീരാത്തത്. രാവിലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വീട്ടിലേക്ക് എത്തുകയും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യപ്പെട്ട അത് അപ്ലോഡ് ചെയ്ത ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. അതായത് നിലവിൽ കൃത്യമായി സൈബർ ക്രൈം ഉദ്യോഗസ്ഥർക്ക് ഈ IP അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് ഫേക്ക് IDകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയാലും അത് ആരാണ് നടത്തിയതെന്ന് കണ്ടെത്താനുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് KM ഷാജഹാനെ കുരുക്കിലാക്കുന്ന തരത്തിലുള്ള നിയമപരമായ കണ്ടെത്തലുകളിലേക്ക് സൈബർ ക്രൈം പോലീസ് കടക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്താനുള്ള ഒരു നീക്കം സൈബർ ക്രൈം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തത്. ഇത് KM ഷാജഹാനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നടപടിയല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സമാനമായ തരത്തിൽ KJ ഷൈനെതിരെ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങൾ സൈബർ ഇടങ്ങളിൽ നടത്തിയ മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ചുകൂടി പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധനയിൽ KM ഷാജഹാന് ഇപ്പോൾ നേരിടേണ്ടി വന്ന നടപടി സമാനമായ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചവർക്കെതിരെ അടക്കം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഈ ഒരു കേസിന് പുറമെ സമാനമായ തരത്തിൽ കുറച്ച് അധിക നാളുകളായി ഈ വ്യക്തിഹത്യ നീക്കം നടത്തുന്ന വ്യാജ അക്കൌണ്ടുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടി സൈബർ ക്രൈം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വ്യക്തമാണ്. ഡാൻ, തുടരുക. നവമി ദിനേശിലേക്ക് കൂടി. നവമി, ഇപ്പോൾ ഷാജഹാനെ ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെയാണ്
ആക്കുളത്തെ വീട്ടിൽ നിന്നും പോലീസ് കൊച്ചി സൈബർ ക്രൈം പോലീസ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് തന്നെ ഇപ്പോൾ എന്തായാലും കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം, കാരണം ഒരാൾക്കെതിരെ ഒരു തവണയല്ല 2 തവണയാണ് കെ ഷാജഹാന്റെ ഭാഗത്തു നിന്നും വ്യക്തിപരമായ അധിക്ഷേപം ഉണ്ടായിരിക്കുന്നത്, അതും ഒരു വനിതാ നേതാവിനെതിരെ. എന്തൊക്കെ നടപടികളായിരിക്കും ഇനി സൈബർ ക്രൈം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? വകുപ്പ് പ്രകാരമായിരിക്കും ഷാജഹാനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യത്തെ സംഭവമല്ല, ഇത് രണ്ടാമത്തെയാണ്. ആദ്യം കഴിഞ്ഞ ദിവസം ഏകദേശം 6 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം KM ഷാജഹാനെ വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് ഈ പോലീസ് സൈബർ ക്രൈം പോലീസ് മെറ്റയോട് ചില വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. അതിൽ ഈ പ്രധാനപ്പെട്ട 3 പ്രതികളായിരുന്നു KJ ഷൈനും ഒപ്പം തന്നെ KJ ഷൈനും വൈപ്പിൻ MLA പറവൂരിലെ പരാതിയിൽ 3 പ്രതികളെയായിരുന്നു പോലീസ് 3 പേരെയായിരുന്നു പ്രതി ചേർത്തിരുന്നത്. അതിൽ ഒന്നാം പ്രതി CK ഗോപാലകൃഷ്ണൻ, കോൺഗ്രസിന്റെ പറവൂരിലെ പ്രാദേശിക നേതാവാണ്. രണ്ടാം പ്രതിയായിരുന്നു KM ഷാജഹാൻ. മൂന്നാം പ്രതിയായി യാസർ ഇടപ്പാൾ, കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന യാസർ ഇടപ്പാളിനെയും പ്രതി ചേർത്തിരുന്നു. ഇതിൽ ഇവരുടെ തന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ അക്കൌണ്ടുകളിൽ നിന്ന് തന്നെയാണോ ഈ പോസ്റ്റ് ഇട്ടിരുന്നത് എന്നതിന്റെ ഇടയ്ക്കൊക്കെ ഒരു വിവരങ്ങൾ ആധികാരികത തേടിക്കൊണ്ട് സൈബർ പോലീസ് മെറ്റിക്ക് മെയിൽ അയക്കുകയും ചെയ്തിരുന്നു. അതിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി എന്നായിരുന്നു പോലീസിന്റെ തീരുമാനവും. പക്ഷേ അതിനിടയിൽ തന്നെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം 6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഷാജഹാനെ വിട്ടയക്കുന്നു. പക്ഷേ ഷാജഹാൻ വീട്ടിൽ ചെന്ന് വീണ്ടും ഈ അന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, എഫ്ഐആറിലുള്ള കാര്യങ്ങൾ, ഒപ്പം ഈ KJ ഷൈന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് വീണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുകയും ചെയ്തത്. അത് പേരെടുത്തു പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചതിനെയാണ് KJ ഷൈൻ വീണ്ടും സൈബർ പോലീസിന് പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും KM ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് എത്തിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടുകൂടി എറണാകുളത്തേക്ക് എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിന് കോടതിയുടെ തുടർ നടപടികൾ അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്കും കടക്കുക. അതിന്റെ ഭാഗമായി ഇപ്പോൾ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തടക്കം ഇപ്പോൾ പരിശോധന ഈ KM ഷാജഹാന്റെ വീട്ടിൽ പരിശോധനയും നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇനി കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ ഒരു തീരുമാനം അനുസരിച്ച് ഇനി ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിലേക്കൊക്കെ പോലീസിന്റെ അടുത്ത നീക്കം, അതെന്തായാലും കോടതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങളിലും പോലീസിന്റെ തീരുമാനമുണ്ടാകുക. എന്തായാലും ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സാധാരണ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, പിന്നീടായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. പക്ഷേ KM ഷാജഹാന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല. മാത്രമല്ല ഇവിടെ നവമി സൂചിപ്പിച്ച പോലെ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള പോലീസിന്റെ നീക്കങ്ങൾ അതിവേഗത്തിൽ തന്നെ ഉണ്ടാകുമോ? അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു ടോം. കാരണം CK ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും ഗോപാലകൃഷ്ണന്റെ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറഞ്ഞത്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെന്നാണ്. എന്തായാലും നാളെയാണ് കോടതി ആ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്കും നീക്കങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. ഇപ്പോഴും ഗോപാലകൃഷ്ണൻ ഒളിവിൽ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം മൂന്നാം പ്രതിയായിട്ടുള്ള യാസർ ഇടപ്പാൾ എന്ന കൊണ്ടോട്ടി അബു എന്ന പേരിൽ ഉള്ള ഒരു യൂട്യൂബർ, ഇദ്ദേഹവും ഇതേപോലെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു തന്റെ യൂട്യൂബ് അക്കൌണ്ടിൽ നിന്നും ഇട്ടത്. ഇയാളെയും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ ഇയാൾ വിദേശത്തായതിനാൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഇനിയും എന്തായാലും തുടർ നീക്കം എന്നോണം ഇനിയിപ്പോ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത നിലപാട് തന്നെയാണ് ഉള്ളതെങ്കിൽ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക ഈ സർക്കുലർ, ലുക്കൌട്ട് സർക്കുലർ അടക്കം നൽകുന്ന
പരിശോധിക്കുന്നതിലേക്കായിരിക്കും അടുത്തതായി അന്വേഷണ സംഘം കടക്കുക. എന്തായാലും ഇപ്പോൾ 3 പ്രതികൾ, അതോടൊപ്പം തന്നെ മറ്റ് ചിലരുമുണ്ട്. ഇവരുടെ യൂട്യൂബിൽ കമന്റ് ഇട്ടവരെ അടക്കം പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയും ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് യെസ്, നവമി തുടരുക. അതോടൊപ്പം തന്നെ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾക്കെതിരെ കൂടുതൽ കേസുകൾ വരുന്നുണ്ട്. മിഥു എന്ന കോൺഗ്രസ് അനുകൂല ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെയാണ് കേസ്. ഡോക്ടർ അമൃത റഹീമിന്റെ പരാതിയെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, എ റഹീം MPയെയും ഭാര്യ അമൃതയെയും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അധിക്ഷേപ പോസ്റ്റുകൾ വ്യാപകമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. ഇത് പലരും ഷെയർ ചെയ്യുന്നുമുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ പേർ കുടുങ്ങുമോ? ഈ ഒരു പേജ് മാത്രമല്ല, ഈ കോൺഗ്രസിന്റേതെന്ന പേരിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജുകളോട് സമാനമായ രീതിയിൽ ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് ആ പേജുകളിലൂടെയാണ് ഈ എതിർ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കളെയും സ്ത്രീകളെയും അതോടൊപ്പം മാധ്യമപ്രവർത്തകരെയും അടക്കം വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് അമൃതയുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സമാനമായ ചില കേസുകൾ കൂടി ഉടൻ തന്നെ ഈ പേജുകൾ കേന്ദ്രീകരിച്ച് ഇതിനെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ലഭിക്കുമെന്നാണ് സൂചന. ആ പരാതികൾ കൂടി ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നീക്കം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാനികളായ ചിലർ വിദേശത്താണ് എന്നാണ് സൈബർ ക്രൈം പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചുകൊണ്ട് അവർ എപ്പോൾ നാട്ടിലെത്തിയാലും അവരെ ഡിറ്റെയിൻ ചെയ്തതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്ന തരത്തിലുള്ള പരിശോധനകളാണ്. അത്തരം നിയമ നടപടികളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. യാസർ എടപ്പാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സമാനമായ തരത്തിലുള്ള നീക്കങ്ങളാണ് സൈബർ ക്രൈം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. അതിനുശേഷം ഇവർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ചിലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൈബർ ക്രൈം പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനങ്ങളുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കെതിരായ നിയമ നടപടികൾ വേഗത്തിൽ ആക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സൈബർ ക്രൈം പോലീസ് എത്തിയിരിക്കുന്നത്. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി. നവമി, KJ ഷൈൻ, CPM വനിതാ നേതാവ് KJ ഷൈൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ച കാര്യം പൊതുവിടം മാലിന്യമുക്തമാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നാണ്. ഇത് CPM നേതാക്കൾക്കെതിരായിട്ടുള്ള സൈബർ അധിക്ഷേപത്തിൽ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾക്കെതിരെ അവരുടെ ഭാര്യമാരെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് CPM സൈബർ ഹാൻഡിലുകളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. പ്രത്യേകിച്ചും KPCC വക്താവായിട്ടുള്ള ജിൻഡോ ജോണിനെയും ഭാര്യയും അധിക്ഷേപിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച ഗോപാലകൃഷ്ണനെയും ഭാര്യയും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നു. ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ പോലീസിൽ പരാതിപ്പെട്ടു. എന്ത് നടപടിയാണ് ഉണ്ടായത്? ഇത് ഒരു നീതി എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പക്ഷത്തുള്ളവർക്ക് മാത്രം അനുകൂലമായിട്ട് അല്ലല്ലോ വേണ്ടത്. ഇവിടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാ അധിക്ഷേപങ്ങളെയും അപലപിക്കേണ്ടതാണ്. പക്ഷെ അവിടെയും നിയമപരമായ നടപടി എന്താണ് പോലീസ് സ്വീകരിച്ചത്? CK ഗോപാലകൃഷ്ണന്റെ ഭാര്യ അല്ലെങ്കിൽ കുടുംബം നൽകിയ പരാതിയിൽ ഇപ്പോഴും പോലീസ് നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യമായിട്ടായിരിക്കും ഒരു സൈബർ അധിക്ഷേപ കേസിൽ ഇത്രയും വേഗം അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അത് സ്വാഭാവികമായും ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു അംഗം എന്ന നിലയിൽ അംഗത്തിന്റെ പരാതിയിലായിരിക്കും കൂടുതൽ മുൻഗണന എന്നത് സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ തന്നെയാണ് KJ ഷൈൻ നൽകിയ പരാതിയിൽ ആദ്യത്തെ അറസ്റ്റ്
രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസും ഇതേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ പോലും ഈ പ്രതിപക്ഷ നേതാവിന്റെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു KJ ഷൈൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അതിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞതാണ് ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരെ വലിയ സൈബർ ആക്രമണം ഒരു സമയത്ത് നേരിട്ടിരുന്നു. അതിലെന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്? ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനോ ഒന്നും തന്നെ കേരള പോലീസ് തയ്യാറായില്ല. അങ്ങനെ ഇരട്ട നീതി ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ അവർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകൾക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണങ്ങളിൽ മാത്രം പോലീസ് നടപടി സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ സർക്കാർ ഇടപെടുന്നതും ശരിയായ രീതിയല്ല എന്ന് കോൺഗ്രസ് അടക്കം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇന്ന് KJ ഷൈൻ ഈ അറസ്റ്റിന് ശേഷം KM ഷാജഹാന്റെ അറസ്റ്റിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് കേരള പോലീസിന് സല്യൂട്ട് എന്നാണ്. പിന്നീട് ഒപ്പം നിന്ന് സർക്കാരിനും നന്ദി പറയുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഈ പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി എല്ലാവരും ഒന്നിച്ചു തന്നെ മുന്നോട്ട് വരണമെന്ന് കൂടി KJ ഷൈൻ പറയുന്നു. അപ്പോൾ ഈ നവരാത്രി ദിവസത്തെ സൂചിപ്പിച്ചുകൊണ്ട് അതായത് ഇത്തരത്തിലുള്ള മോശപ്പെട്ട അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി അവസാനം ദുർഗ തന്നെ വേണ്ടി വന്നു എന്ന തരത്തിലുള്ള പരാമർശമൊക്കെ രാവിലെ KJ ഷൈൻ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ പിന്തുണ തന്നെയാണ് പാർട്ടിയും പോലീസും ഒക്കെ KJ ഷൈന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്ന് പൂർണ്ണ പിന്തുണയുണ്ട്. വൈപ്പിൻ MLAയ്ക്കും വലിയ പിന്തുണയാണ്. അതേസമയം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ സ്ത്രീകൾ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പരാതി നൽകിയാൽ പോലീസ് കൃത്യസമയത്ത് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉൾപ്പെടെ പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നുമുണ്ട്. ടോം. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകി. എന്തായാലും എല്ലാ സ്ത്രീകൾക്കും നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ഈ കേരള പോലീസിന് ബിഗ് സല്യൂട്ട് കൊടുക്കാം. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ പക്ഷം ചേർന്നുള്ള ഈ നടപടി അവിടെ എന്തുകൊണ്ടാണ് മറ്റ് സ്ത്രീകൾക്ക് പോലീസ് നീതി ഉറപ്പാക്കാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകാത്തത് എന്ന വിമർശനവും ശക്തമാണ്. ഓപ്പറേഷൻ നുംഖോറിൽ പരിശോധന ശക്തമായതോടെ ഉടമകൾ വാഹനങ്ങളുടെ രൂപം മാറ്റുന്നതായി കസ്റ്റംസ്. വാഹനത്തിന്റെ ഉടമകൾ നിറവും നമ്പർ പ്ലേറ്റും മാറ്റിയതായാണ് സംശയിക്കുന്നത്. വാഹനങ്ങൾ സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് കടത്താനും ശ്രമം നടക്കുന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിൽ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരി കസ്റ്റംസിന് മുന്നിൽ ഹാജരാകും. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്തായാലും ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന കൂടുതൽ ശക്തമാകുന്നു. പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ആരാണ് ഈ ഭൂട്ടാൻ വാഹന തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ? ഇത് കണ്ടെത്താൻ കസ്റ്റംസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ നടപടികൾ എങ്ങനെ നീങ്ങുന്നു? ഈ മാഹിൻ അൻസാരിക്ക് ഈ കേസിലുള്ള പങ്കെന്താണ്? ടോമ, ഏറ്റവും പുതുതായി കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത് മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നു എന്നതാണ്. മാഹിൻ അൻസാരി കസ്റ്റംസിന് മുന്നിൽ ഹാജരായി. ഇന്ന് ഹാജരാകാനായിരുന്നു അയാളോട് നിർദ്ദേശിച്ചിരുന്നത്. ഈ കേസിൽ പ്രധാനമായും കസ്റ്റംസ് അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഈ ഭൂട്ടാൻ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്, അത് എങ്ങനെയാണ് ഈ വ്യാജരേഖകളടക്കം നിർമ്മിച്ചുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് വിൽക്കാൻ സാധിക്കുന്നത്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉപഭോക്താക്കളെ കണ്ടെത്താനായിട്ടെല്ലാം തന്നെ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് കസ്റ്റംസിനെ കുഴക്കുന്ന ചോദ്യം. ഒരുപക്ഷെ ഇതിൽ കൃത്യമായൊരു ഉത്തരത്തിലേക്ക് എത്താൻ മാഹിൻ അൻസാരിയുടെ ചോദ്യം ചെയ്യലിലൂടെ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഓണർ എന്ന് പറയാവുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം വന്നിരിക്കുന്ന ഒരു കേസാണ് ഈ കഴിഞ്ഞ ദിവസം ലാൻഡ് ക്രൂയിസർ കസ്റ്റഡിയിലെടുത്തത്. 92 മോഡൽ ലാൻഡ് ക്രൂയിസർ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അസം സ്വദേശിയുടെ പേരിലായിരുന്നു അതിൻ്റെ RC ബുക്ക്. എന്നാൽ അതിൻ്റെ 2012 ഇവിടേക്ക് രജിസ്ട്രേഷൻ നടക്കുന്നത്. ഇതിൻ്റെ ചേസ് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു മൂവാറ്റുപുഴ സ്വദേശിയായ മാഹിൻ അൻസാരിയുടേതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇതിൽ RC ബുക്ക് അടക്കം നിർമ്മിക്കണമെങ്കിൽ അത് ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലെല്ലാം തന്നെ ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കാറ് ഇവിടുത്തെ ഈ ഗാരേജിലേക്ക് കൊണ്ടുവരികയും ഇതിന് നിറം മാറ്റണം, രൂപം മാറ്റണമെന്നെല്ലാം ആവശ്യമുന്നയിക്കുകയും ചെയ്തത്. RC ബുക്ക് കാണിച്ചു കൊടുക്കുകയും അത് രൂപം മാറ്റാനുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി അപേക്ഷ നൽകി എല്ലാം തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കസ്റ്റംസ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഈ രീതിയിൽ നിയമവിരുദ്ധമായി വാഹനങ്ങൾ കൈവശപ്പെടുത്തിയവർ അവർ ഇതിനകം തന്നെ അത് മറ്റു രീതിയിലേക്ക് കടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ അത് പൊളിച്ച പാർട്സുകളായിട്ട്
വിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. അത് ഒരുപക്ഷെ കേരളത്തിന് പുറത്താകാം. അതുകൊണ്ട് സ്വാഭാവികമായും സംസ്ഥാനത്തിന് പുറത്തേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഇപ്പോൾ കസ്റ്റംസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇവർക്ക് ഏതാണ്ട് 188ഓളം വാഹനങ്ങൾ ഈ രീതിയിലേക്ക് കടത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു. പക്ഷേ അതിൽ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റു വാഹനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ കൂടിയും അത് പുറത്തേക്ക് കടത്താനുള്ള സാധ്യത കൂടുതലാണ്. ചെക്ക് പോസ്റ്റുകളിൽ കൂടുതൽ കരുതൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാഹനങ്ങൾ സംബന്ധിച്ച് ഏകദേശമുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. പലതും ഈ വിൻറ്റേജ് മോഡലുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഇതുണ്ട്. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ പ്രത്യേകമായി അതിനെ നിരീക്ഷിക്കണം, അതിന് പരിശോധനകൾക്ക് വിധേയമാക്കണമെന്നതെല്ലാം തന്നെയുള്ളൊരു നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പല വാഹനങ്ങളെക്കുറിച്ചും ഒരറിവും ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഉദാഹരണത്തിന് ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ വാഹനങ്ങൾ 2 വാഹനങ്ങൾ നിസാൻ പെട്രോൾ സീരീസിൽപ്പെടുന്ന 2 വാഹനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് മറ്റു പലർക്കായിട്ട് ഈ സംസ്ഥാനത്ത് വിറ്റിട്ട് എന്ന് പറയുന്ന വാഹനങ്ങളുടെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണ്. ഇന്ന് പലരും അവരുടെ പക്കലുള്ള വാഹനങ്ങളുടെ രേഖകളുമായിട്ട് കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ കേസിൽ നടൻ അമിത് ചക്കാലക്കലിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കസ്റ്റംസ് സംശയിക്കുന്ന ഒരു കാര്യം, അമിത്തിന് വലിയ രീതിയിൽ തന്നെ ഇതിലൊരു ഇടപെടൽ ഉണ്ട്, മറ്റ് ആളുകളുമായിട്ട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കുറേയെങ്കിലും വിവരങ്ങൾ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അമിത് ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തിയിട്ടുണ്ട്. തനിക്ക് മറ്റ് ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ ഈ വാഹന ഇടപാടുകാരെ പലരെയും തന്നെ അറിയാം. അത് തന്നെ വാഹനപ്രേമം കൊണ്ട് മാത്രമാണ് ഇത് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിന് ഏത് രീതിയിലുള്ള ഉത്തരം ഈ ചോദ്യം ചെയ്യലിന് താൻ വിധേയനാകാൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അമിത് ചക്കാലക്ക് വളരെ നിഷ്കളങ്കമായാണ് പ്രതികരിച്ചത്. തനിക്കിതേക്കുറിച്ച് യാതൊരു അറിവുമില്ല, ഈ ഒരു വാഹനം മാത്രമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുള്ളത്, താൻ മദ്യപിക്കില്ല, മറ്റ് ദുശീലങ്ങളില്ല, ആകെയുള്ളൊരു ദുശീലം എന്ന് പറയുന്നത് വണ്ടിഭ്രാന്താണ്, ഇതാണ് തന്നെ കുടുക്കിയതെന്ന് പറയുന്നു. പക്ഷെ അതിനപ്പുറം ഈ അമിത് ചക്കാലക്കിനെതിരെ മറ്റെന്തെങ്കിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ടോ? ടോം, ഇപ്പോൾ അന്വേഷണം അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ്. അതുകൊണ്ട് കസ്റ്റംസ് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കുന്നില്ല. പലരെയും ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതിൽ അമിത് ചക്കാലക്കലും ഉൾപ്പെടും. അമിതിനോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ട് ഇന്നലെയും ഹാജരായിരുന്നു. ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അദ്ദേഹത്തെ അവിടെ നിന്ന് വിടുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഗ്യാരേജിൽ വന്നിരിക്കുന്ന വാഹനങ്ങൾ കൂടുതലും അമിതിൻ്റെ റെഫറൻസിൽ എത്തി എന്നത് സംശയത്തോടെയാണ് കസ്റ്റംസ് കാണുന്നത്. കാരണം ഇദ്ദേഹത്തിന് കോയമ്പത്തൂർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന വാഹന ഇടപാടുകാരുമായെല്ലാം നല്ല ബന്ധമുണ്ട്. അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. തനിക്ക് ഈ വാഹനപ്രേമം കൊണ്ട് പലരും തന്നെ ഇതിൻ്റെ ഓരോ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം സമീപിക്കുമ്പോൾ താൻ അവർക്ക് സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ടെന്ന് അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ബന്ധമെന്ന് പറയുന്നു. പക്ഷേ കസ്റ്റംസ് അത്ര രീതിയിൽ അത് കാണുന്നില്ല. കാരണം ഈ വലിയ രീതിയിൽ ഈ അടുത്തിടെയാണ് വലിയ രീതിയിൽ വാഹനങ്ങളുടെ ഒരു വിപണി, ഇത്തരം ഒരു വിൻറ്റേജ് മോഡലാണെങ്കിൽ അല്ലാത്തതെല്ലാം വാഹനങ്ങളുടെ ഒരു വിപണി കേരളത്തിലേക്ക് സജീവമാവുന്നത്. അതും ആഡംബര വാഹനങ്ങൾ ഉൾപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് നടന്മാർക്ക് കൂടുതൽ ഒരു ഭ്രമം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു ലിങ്ക്, പ്രധാനപ്പെട്ട ഒരു ലിങ്ക് ഒരു പക്ഷേ അമിതാകാമെന്നൊരു ധാരണ കസ്റ്റംസിനുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ കസ്റ്റംസ് ഇപ്പോൾ എത്തി നിൽക്കുന്നൊരു വലിയ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കാറുകൾ വലുതായൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന്. തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില വാഹനങ്ങൾ, അതിന് പലതിനും തന്നെ രേഖകൾ ഹാജരാക്കാൻ കഴിയുമെന്ന് ഉടമകൾ പറയുന്ന വാഹനങ്ങൾ ഇതിലെത്തി നിൽക്കുകയാണ് കസ്റ്റംസ്. ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ വേണം. കോയമ്പത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇടപാടുകാരിലേക്കും അന്വേഷണം നീങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അവരെയും തന്നെ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യതകളും എല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ നടക്കുകയാണ്. വലിയ രീതിയിലുള്ള വാഹന കള്ളക്കടത്ത് തന്നെ നടന്നിട്ടുണ്ട് എന്ന് കസ്റ്റംസ് പറയുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ ഇതിൽ കണ്ടെത്താൻ കഴിയാത്തതാണ് കസ്റ്റംസ് നേരിടുന്ന വലിയ പ്രതിസന്ധി. ടോം, തീർച്ചയായും ഡാനി, അതോടൊപ്പം ആരാണ് ഈ മാഹിൻ അൻസാരി എന്നൊരു ചോദ്യമുണ്ട്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഫസ്റ്റ് ഓണർ വാഹനം പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മാഹിൻ അൻസാരി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇയാളുടെ പങ്കെന്താണ്? ഈ കേസിൽ ഏതെങ്കിലും മുഖ്യ സൂത്രധാരനാണോ ഈ മാഹിൻ അൻസാരി?
ടോം, ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. പക്ഷേ കസ്റ്റംസിന് ഇയാളിൽ നിന്ന് അറിയാനുള്ള വളരെ നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ ഈ അന്വേഷണത്തെ വലിയ രീതിയിൽ സഹായകരമാകുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഇയാൾക്ക് നൽകാൻ കഴിയുമെന്ന് കസ്റ്റംസ് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇയാളൊരു ഫസ്റ്റ് ഓണർ എന്ന രീതിയിലാണ് ഇതിൽ വന്നിരിക്കുന്നത്. മറ്റാരും തന്നെ അങ്ങനെയുള്ള ഇതല്ല, പല രീതിയിൽ കൈമറിഞ്ഞ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇയാൾ എങ്ങനെ ഈ വാഹനം ഇവിടേക്ക് എത്തിച്ചു എന്നത് വലിയ ചോദ്യങ്ങളാണ്. കാരണം 92 അരുണാചലിൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, പിന്നീട് അത് ഇവിടേക്ക് വരുന്നു. അതുമാത്രവുമല്ല, അതിൽ കണ്ടെത്തിയ RC ബുക്ക് എന്ന് പറയുന്നത് അത് അസം സ്വദേശിയുടേതാവുന്നു. അപ്പോൾ തീർച്ചയായും അതിൽ ഒരു വ്യാജ നിർമ്മിതി അതിലുണ്ട്. അതിന് ഉത്തരം പറയണം. അതോടൊപ്പം തന്നെ ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ആരാണ് സഹായിച്ചത് എന്ന നിർണായകമായ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ഇയാൾക്ക് കഴിയണം. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ വളരെ ഒരു കീമാൻ എന്ന രീതിയിൽ തന്നെയാണ് ഇയാളെ കസ്റ്റംസ് നിരീക്ഷിക്കുകയും ചെയ്യുന്നത്, ഇയാളോട് വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നത്. അയാൾക്ക് എന്ത് പറയാനുണ്ട് എന്നത് ഈ അന്വേഷണത്തിൻ്റെ ഗതിവിഗതികളെ കാര്യമായി തന്നെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് തന്നെ കസ്റ്റംസ് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇയാൾ ഹാജരായിരിക്കുന്നു. അയാളുടെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. ഇതിൽ എന്ത് രേഖകളാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഹാജരാക്കിയത് എന്നതെല്ലാം തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ ഈ RC ബുക്ക് വ്യാജ നിർമ്മിതിയാണ് എന്ന് പറയുമ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നിട്ടുണ്ട്. അതിനെല്ലാം ഒരു ഉത്തരം എന്ന രീതിയിലാണ് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ചേർത്തലയിലെ ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യനെയും റോസമ്മയെയും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ചേർത്തലയിലെ ഐഷ തിരോധാന കേസിൽ സീരിയൽ കില്ലർ സെബാസ്റ്റ്യനെയും സുഹൃത്ത് റോസമ്മയെയും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. ഐഷയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് റോസമ്മയ്ക്ക് കൃത്യമായി അറിയാമെന്ന് ചേർത്തല പോലീസ് ഉറപ്പിക്കുന്നു. വാങ്ങാൻ ഉദ്ദേശിച്ച ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കാനിരിക്കെ സെബാസ്റ്റ്യൻ നൽകിയ പണം തിരികെ വാങ്ങാനാണ് ഐഷ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയതെന്ന് സെബാസ്റ്റ്യൻ്റെ പെൺസുഹൃത്തായ റോസമ്മ ന്യൂസ് 18നോട് നേരത്തെ വെളിപ്പെടുത്തിയതാണ്. എന്നാൽ റോസമ്മ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. സ്റ്റേഷനിൽ റോസ്പെച്ചി ഇരിക്കുന്ന സമയത്ത് ഐഷയുടെ ഫോണിൽ നിന്ന് കോൾ വന്നില്ലേ? വന്നുകൊണ്ടിരുന്നു. അന്നേരം ഞാൻ അത് സംബന്ധിച്ച് പോലീസുകാരോട് സംസാരിച്ചില്ലേ? അന്നേരം പറഞ്ഞു ഇതേ ഐഷയുടെ കോളാന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു. അവർ നോക്കുകയും ചെയ്തു. അവരെന്നാ ചെയ്തു? ചേർത്തല പോലീസ് സ്റ്റേഷനായിരുന്നു. അതെ അതെ. അവരത് അന്വേഷിച്ചില്ലായിരിക്കും, അല്ലെങ്കിൽ അതിന് മറുപടി കിട്ടുകയല്ല. ഞാൻ ഐഷയ്ക്ക് എന്ത് സംഭവിച്ചതായിരിക്കും എന്നാണ് റോസ്പെച്ചി കരുതുന്നത്? ജീവനോടെ ഉണ്ടെന്ന് കരുതുന്നുണ്ട്? ഉണ്ടായിരുന്നല്ലേ എവിടെ ആയാലും വെച്ചെന്നെ വിളിച്ചെന്നെ വരുന്നു. എങ്ങനെയായാലും ഞാനുമായിട്ട് ബന്ധപ്പെട്ടേ. റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യൻ വരുന്ന കാലയളവിൽ ഉണ്ടായിരുന്ന ജൂലി എന്ന സ്ത്രീ എവിടെയെന്ന അന്വേഷണവും പോലീസ് ആരംഭിച്ചു. മറ്റാരെങ്കിലും ജൂലി അപായപ്പെടുത്തിയോ എന്ന സംശയം അയൽവാസിയായ നൌഷാദ് ഉന്നയിച്ചിരുന്നു. റോസമ്മ പറയുന്ന ഒരു 100-90% കാര്യങ്ങളും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റോസമ്മ പറയാറുള്ളത്. റോസമ്മ ആദ്യമേ സെബാസ്റ്റ്യനെ അറിയില്ല എന്ന് പറഞ്ഞു, അത് വരാറില്ല എന്ന് പറഞ്ഞു. ഐഷയാണ് ഈ സെബാസ്റ്റ്യനെ റോസമ്മക്ക് പരിചയപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞു. ഈ ഐഷാനെ കാണാതായതിനു ശേഷം റോസമ്മ ആദ്യം പറയുന്നത് പോലെ ആദ്യത്തെ 2-3 ദിവസമൊന്നും അന്വേഷണമൊന്നും ഇല്ലായിരുന്നു. ആങ്ങളയുടെ വീട്ടിലാണ് ഐഷ താമസിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലം. ആ ഇടക്കാലം കൊണ്ട് അവരുടെ ഫാമിലിയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഇവർ റോസമ്മ വന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഇവർ അധികം ഗവനിക്കാതിരുന്നത്. നമ്മുടെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ആങ്ങളയുടെ വീട്ടുകാരാണ് ആദ്യം മകനെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷമാണ് റോസമ്മ അറിയിക്കുന്നതും മകനാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ഐഷാനെ കാണുന്നില്ല എന്നും പറഞ്ഞു പോകുന്നത്. ചേർത്തല CIയുടെ നേതൃത്വത്തിൽ 9 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് ഐഷ തിരോധാനം അന്വേഷിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഏറ്റുമാനൂരിലെ ജൈനമ്മയെയും ചേർത്തലയിലെ ബിന്ദു പത്മനാഭനെയും കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യൻ ആണെന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഐഷ തിരോധാന കേസിൻ്റെ ചുരുളും അഴിയുകയാണോ? സെബാസ്റ്റ്യന് ഒപ്പം മറ്റാർക്കെങ്കിലും ഈ കൊലപാതക കേസിൽ, ഐഷയെ കൊലപ്പെടുത്തിയ കേസിൽ പങ്കുണ്ടെന്നാണോ നിഗമനം? തീർച്ചയായിട്ടും ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ റോസമ്മയ്ക്ക് ഉൾപ്പെടെ അറിയാം എന്നുള്ളതാണ്
അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഒരു പുതിയ 9 അംഗ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ റോസമ്മ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ 2013 തുടക്കകാലത്ത് നേരത്തെ അവർ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഐഷയുടെ ഫോണിൽ നിന്നും തന്റെ ഫോണിലേക്ക് കോൾ വന്നിരുന്നു എന്നും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് അത്തരത്തിലൊരു ഫോൺ കോൾ തന്റെ ഫോണിലേക്ക് ഐഷയുടേതായി വന്നത് എന്നൊക്കെ പറയുമ്പോൾ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോ ഇവർ പറയുന്നതിൽ ഏതാണ് സത്യം എന്നുള്ളതാണ്. എന്തായാലും ഇവർ 3 പേരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം വാർത്താ സംഘം ഈ റോസമ്മയെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് റോസമ്മ, ഐഷ, ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ ഇവർ 3 പേരുമായി അടുത്ത ബന്ധം ഇവർ പുലർത്തിയിരുന്നു എന്നുള്ളത് തൊട്ടടുത്തുള്ള റിട്ടയർഡ് അധ്യാപികയായ എലിസബത്ത് ജേക്കബ് അടക്കം നമ്മളോട് സ്ഥിരീകരിച്ചിരുന്നു. ഉണ്ടായിരുന്ന കാലത്ത് JCB ഉപയോഗിച്ച് പുരയിടം കിളക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴിയെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ റോസമ്മ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഐഷയും സെബാസ്റ്റ്യനും ഒന്നിച്ചാണ് ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ അത്ര വലിയ ബന്ധം ഇവരൊക്കെ തമ്മിൽ ഉണ്ടായിരുന്നു. റോസമ്മ നാട്ടിലേക്ക് പോയ സമയത്ത് ഐഷയും സെബാസ്റ്റ്യനും ഒന്നിച്ചാ വീട്ടിൽ താമസിച്ചു എന്നടക്കമുള്ള നിർണായക വിവരങ്ങൾ റോസമ്മ പങ്കുവച്ചു. പക്ഷെ എന്തുകൊണ്ട് അന്വേഷണ സംഘത്തോട് ഇത്രയും കാലം അത് പങ്കുവച്ചില്ല എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. ഇപ്പോൾ ന്യൂസ് 18 മുന്നിൽ അവർ പറഞ്ഞ പല കാര്യങ്ങളും അവർ അന്വേഷണ സംഘത്തോട് പങ്കുവെക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ റോസമ്മയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും റോസമ്മ ഒളിക്കുന്നു എന്നുള്ള ഒരു നിഗമനത്തിലാണ്, സൂചനയിൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അത് അവർ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇവരുടെ നേരത്തെ നൌഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ജൂലി എന്നൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. ഈ സെബാസ്റ്റ്യൻ റോസമ്മയുടെ വീട്ടിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റോസമ്മയും അപ്രോച്ച് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ റോസമ്മയുമായി അടുത്ത ബന്ധമുണ്ടാവുകയും റോസമ്മയുടെ വിവാഹം വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് അവർ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ് താൻ ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ടതെന്നൊക്കെയാണ് റോസമ്മ പറയുന്നത്. പക്ഷേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂലി എന്ന സ്ത്രീയെ സംബന്ധിച്ച് ഇപ്പോൾ ആർക്കും ഒരറിവുമില്ല. ജൂലി വടക്കൻ കേരളത്തിൽ എവിടെയോ ഉണ്ട് എന്നുള്ള ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ഉണ്ടാകുന്നത്. മറിച്ച് ജൂലി എവിടെയെന്നോ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നയാളെന്നുള്ള രീതിയിൽ അവിടെ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് അറിവുള്ള ആൾ കൂടിയാണ് ജൂലി. ആ ഒരു വ്യക്തി എവിടെ എന്നുള്ളതും അവരിൽ നിന്ന് ധാരാളം വിവരങ്ങൾ തേടാൻ ഒരുപക്ഷെ പോലീസിന് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ജൂലിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. പക്ഷേ ജൂലി എവിടെയെന്ന് കണ്ടെത്താൻ ഇതൊരു അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്വന്തം സഹോദരന്റെ മകളും കുട്ടിയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അത് ജൂലിയുടെ മകനായിരുന്നു. ജൂലിയും മകനുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും എവിടെ, ഇവരിൽ നിന്ന് എന്തൊക്കെ വിശദാംശങ്ങൾ തേടാനാകുമെന്നൊക്കെ അന്വേഷണ സംഘം. തീർച്ചയായും. കാരണം എന്തായാലും ശരണ്യായി റോസമ്മയെ ചോദ്യം ചെയ്താൽ ഈ 2 കേസുകൾക്കും കൂടുതൽ വ്യക്തത വരില്ലേ? ഒന്ന് റോസമ്മയുടെ അടുത്ത സുഹൃത്താണ് കാണാതായ ഐഷ, റോസമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയാണ് ജൂലി. ഇവർക്ക് 2 പേർക്കും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ സ്വാഭാവികമായും റോസമ്മയ്ക്ക് അറിവുണ്ടായിരിക്കില്ലേ? തീർച്ചയായിട്ടും ടോം, അതിനകത്ത് റോസമ്മയ്ക്ക് അറിവ് ഉണ്ടാവണം. കാരണം റോസമ്മ നമ്മളോട് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു സെബാസ്റ്റ്യൻ. അങ്ങനെ പറഞ്ഞ് ആരെ വേണമെങ്കിലും വശത്താക്കും. അങ്ങനെ വശത്താക്കി കൊണ്ടുപോയതാണ് ഐഷ എന്ന് പറയുന്നു. തന്റെ പണം, ഐഷയുടെ പണം സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് നമ്മളോട് ഒരു ഘട്ടത്തിൽ റോസമ്മ ഉറപ്പിച്ച് പറയുന്നു. അത് കഴിയുമ്പോൾ അത് ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ മാറ്റി പറയുന്നു. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ പലതും പല രീതിയിലാണ് പറയുന്നത്. അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ റോസമ്മ പൂർണ്ണമായി അവര് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇവര് പല കാര്യങ്ങളും അവര് ഒളിക്കുന്നുണ്ട്, പറയുന്നില്ല. പല കാര്യങ്ങളിലും അവർ പറഞ്ഞ കാര്യങ്ങൾ പലതും കൂടിച്ചേരുന്നില്ല. അങ്ങനെ പല അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിൽക്കുന്നു. എന്തായാലും ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ ഐഷയെ കാണാതാവുന്ന 2012 മെയ് 13 ഐഷയെ കാണാതാവുന്ന ദിവസം ഈ പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഐഷ പോയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അത് റോസമ്മയുടെ കൂടെ അറിവോടെയാണ് എന്നുള്ള കണ്ടെത്തലുകളും ഒക്കെ ഉണ്ടെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ഐഷയെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചോ ഒക്കെ ഏറെക്കുറെ ധാരണ ഉള്ള ആളാണ് റോസമ്മ എന്നുള്ളൊരു നിഗമനമുണ്ട്. കാരണം നമ്മളോട് തന്നെ റോസമ്മ പറഞ്ഞത് ഐഷ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യനുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പിന്നീട് ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ അവർ പറയുന്നു 2017 താങ്കൾ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നവരാണ്. ആ വിവാഹം വരെ എത്തി. അപ്പൊ ഐഷ തിരോധാനം കഴിഞ്ഞ് വർഷങ്ങളോളം ഇവർ തമ്മിൽ ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളത് അവരുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്.
അപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പല വിരുദ്ധതയുമുണ്ട്. അത് അത്തരം കാര്യങ്ങൾ പോലീസിന് മുമ്പിലും അവർ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 302 അടക്കമുള്ള വകുപ്പുകൾ സെബാസ്റ്റ്യൻ ചുമത്തും. കാരണം സെബാസ്റ്റ്യൻ ഐഷ മിസ്സിംഗിൽ സെബാസ്റ്റ്യന് കൃത്യമായ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. അതിൽ തന്നെ ഈ അതോടൊപ്പം ശരണ്യ, നിലവില് സെബാസ്റ്റ്യൻ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്, ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ ബിന്ദു പത്മനാഭൻ കേസിൽ കൂടുതൽ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് കുറ്റം സമ്മതം നടത്തിയതാണ്. നിലവിൽ ഈ വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക്, സംസ്ഥാനത്തിന് പുറത്തേക്ക് ഈ കാലയളവിൽ തന്നെ, ഈ കസ്റ്റഡി കാലയളവിൽ തന്നെ സെബാസ്റ്റ്യനുമായി ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തും. അതോടൊപ്പം മറ്റെന്തൊക്കെ നടപടികളായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന്, ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക? സെബാസ്റ്റ്യൻ പറഞ്ഞതനുസരിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ പരിശോധന നടത്തുകയും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ വേളാങ്കണ്ണി അടക്കമുള്ള ഇടങ്ങളിലേക്ക് പോകുന്നതിന് കുറച്ചുകൂടി കൺഫർമേഷനിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം സെബാസ്റ്റ്യൻ അതിബുദ്ധിമാനായ ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ അയാൾ പലപ്പോഴും പോലീസിനെ മിസ്ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടി അവര് കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൺഫർമേഷനിലേക്ക് എത്തിയതിനു ശേഷം, ഇയാൾ പറഞ്ഞതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ എവിഡൻസ് എത്തിയതിനു ശേഷം മാത്രം അയാൾ പറയുന്ന മറ്റിടങ്ങളിലേക്ക് പോകാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ കസ്റ്റഡി കാലയളവ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് സെബാസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആ രീതിയിലാണ് സെബാസ്റ്റ്യൻ. കാരണം ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് പിന്നീട് അയാൾ മിണ്ടാതാവുകയാണ്. പിന്നീട് അയാൾ ഓർത്തതിന് ശേഷമാണ് കാരണം. അപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടാണ് പിന്നീടുള്ള മറുപടികൾ വരുന്നത്. പിന്നീട് മിണ്ടാതിരിക്കുന്നു, അല്ല ചോദിക്കുന്ന ഘട്ടത്തിൽ തലകുലിച്ചിരിക്കുക മാത്രം ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇയാൾ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ പോലും ഒക്കെ അങ്ങനെയാണ് ഇയാൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ സെബാസ്റ്റ്യൻ പറയുന്നത് പൂർണ്ണമായി ഒരിക്കലും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കില്ല. കുറ്റസമ്മത മൊഴി കിട്ടിയാൽ പോലും എവിഡൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കണ്ടെത്തണം. കാരണം ഇത് ഈ സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊലപ്പെടുത്തിയ ആയുധങ്ങൾ എവിടെ, അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ആ ക്ലാരിറ്റി വന്നാൽ മാത്രമേ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ സെബാസ്റ്റ്യൻ പലയിടങ്ങളിലായി അന്വേഷണ സംഘത്തെ കസ്റ്റഡി കാലയളവ് മുഴുവൻ സഞ്ചരിപ്പിച്ച് വഴിതിരിച്ചു വിടാനൊക്കെ സാധ്യതയുള്ള, അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കേണ്ട ആള് തന്നെയാണ് സെബാസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വളരെ ശ്രദ്ധയോടെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കയ്യിൽ കിട്ടിയ 6 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതിന്റെ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇവർ അന്വേഷണ സംഘം പ്ലാൻ ചെയ്യുന്നത് ഈ കസ്റ്റഡി കാലാവധി, അതായത് ബിന്ദു പത്മനാഭന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന സമയത്ത് തന്നെ ഐഷ തിരോധാന കേസിൽ കൂടി ചാർജ് നൽകിക്കൊണ്ട് 302 എന്നുള്ള വകുപ്പ് നൽകിക്കൊണ്ട് അയാളെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയും ഒക്കെ നമുക്ക്, അത്തരം കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഈ സിന്ധു എന്ന ബിന്ദുവിന്റെ തിരോധാന കേസിൽ കൂടി എന്താണ് സംഭവിച്ചതെന്ന് കൂടി അറിയണം. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ സിന്ധുവിനെ കാണാതാകുന്നത്, സിന്ധു ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. വളരെ കഷ്ടപ്പെട്ട് എറണാകുളത്ത് പോയി ജോലി ചെയ്ത്, അതായത് അരൂരിൽ പോയി ചെമ്മീൻ കമ്പനിയിൽ ജോലി ചെയ്താണ് 2 മക്കളെ അടക്കം ഭർത്താവ് ഉപേക്ഷിച്ച ശേഷം അവർ വളർത്തിയത്. അപ്പൊ ഈ മൂത്ത പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയത്തിന്റെ പിറ്റേ ദിവസമാണ് അമ്മയെ കാണാതാകുന്നത്. അപ്പൊ അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യവും അവർക്കില്ല. അതായത് ഈ കുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്ന സ്വർണം ഉൾപ്പെടെ അവർ വാങ്ങി വെച്ചിരുന്ന ഒരു സ്ത്രീയാണ്. കല്യാണത്തിന് ഇയാളുടെ സ്വർണം ഉൾപ്പെടെ. അപ്പൊ അത്രയും കാൽക്കുലേറ്റഡ് ആയിട്ട് പോകുന്ന ഒരാളെ അന്നത്തെ ദിവസം ആ അമ്പലത്തിലേക്ക് പോകുന്ന തിരുവേ ക്ഷേത്രം വരെയാണ് അവരുടെ CCTV വിഷ്വൽസ് ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞ പിന്നെ ഒന്നുമില്ല. അപ്പൊ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ പറ്റും. പിന്നെ അവരെവിടെയാണെന്ന് ഒരു അറിവുമില്ല. പക്ഷെ ഈ കേസിനകത്തൊന്നും മറ്റു രീതിയിലുള്ള അന്വേഷണം ഉണ്ട്. ഈ സ്ത്രീകൾ എവിടെ പോയി, അതായത് സെബാസ്റ്റ്യൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് റീഓപ്പൺ ചെയ്ത് അന്വേഷണം നടക്കുന്നെങ്കിലും ഇവരെവിടെയാണെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അത് എത്രമാത്രം ഇവര് അതിന്റെ പ്രാധാന്യം, നമ്മളിപ്പോ കൂത്താട്ടുകുളത്ത് പോകുമ്പോൾ കൂത്താട്ടുകുളത്ത് സെബാസ്റ്റ്യനെ ഐഡന്റിഫൈ ചെയ്യുന്ന പല ആളുകളും നമ്മളോട് പറഞ്ഞു ഇയാളെ കണ്ടിട്ടുണ്ട്, ഇയാൾ ഇവിടെ വരാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോലും പോലീസ് ആ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തില്ല. ഒരു പക്ഷെ നമ്മൾ മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ അത് വെരിഫൈ ചെയ്യണമായിരിക്കും. പക്ഷേ ഈ നമ്മളെങ്ങനെ തന്നെയാണ് ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് റോസമ്മയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അല്ല, ഐഷയുമായിട്ട് സെബാസ്റ്റ്യൻ ഒരു ബന്ധവും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ റോസമ്മയെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നതോടെയാണ് ഐഷ തിരോധാന കേസ്
സെബാസ്റ്റ്യന്റെ ഒരു ഇൻവോൾവ്മെന്റിലേക്ക് പോലീസ് വരുന്നത്. ആയിഷ് റോസമ്മ മാത്രമല്ല, റോസമ്മയുടെ പരിസര പ്രദേശങ്ങളിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ നമ്മൾ അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നു പുറത്തേക്ക് അവരെ കൊണ്ട് അവര് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇവിടെ സ്ഥിരമായി വരാറുള്ളതാണ്, ഇവരെല്ലാവരും തമ്മിൽ വലിയ സൗഹൃദമുണ്ട്. ആയിഷ എങ്ങോട്ട് പോയെന്ന് റോസമ്മയ്ക്ക് അറിയാം. റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യൻ നിരന്തരം വന്നിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നത് നമ്മൾ ആ പുറത്തു കൊണ്ടുവന്ന ആ ഒരു അന്വേഷണ വഴികളാണ്. പക്ഷെ അങ്ങനത്തെ ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും വലിയ തോതിൽ മറ്റു കേസുകൾ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഇവർ ഇപ്പോഴും പോലീസൊക്കെ അസസ് ചെയ്യുന്നത് ഇത്രയും ബുദ്ധിമാനായ സെബാസ്റ്റ്യൻ നേരിട്ട് ഈ സ്ത്രീകളെയൊക്കെ ഫോൺ വിളിക്കും അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോകും എന്നൊക്കെ ഉള്ള ഒരു അസസ്മെന്റിലാണ് പോകുന്നത്. അങ്ങനെ അയാൾ ചെയ്യുമോ എന്നുള്ളതാണ്. കാരണം സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭൻ കൊലപാതകത്തിന് ശേഷം അയാൾ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അഭിഭാഷകരുടെ കൃത്യമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ക്രിമിനൽ സംഘങ്ങളുടെ സപ്പോർട്ടും അയാൾക്ക് ഉണ്ടായിരുന്നു. കാരണം കണ്ണൂരിൽ നിന്നുള്ള സംഘമൊക്കെയാണ് ഇവിടെ വന്ന് സെബാസ്റ്റ്യൻ 2017 അറസ്റ്റിലായ സമയത്ത് അയാൾക്ക് വേണ്ടി അയാൾ പലയിടത്തായി കൊടുത്തിരുന്ന പണം ഉൾപ്പെടെ കളക്ട് ചെയ്തത് കണ്ണൂരിൽ നിന്നുള്ള ടീമാണ്. അപ്പോ അത്തരത്തിൽ ആ രീതിയിൽ ഉള്ള ഒരു സംഘമോ ഒക്കെ ഉള്ള ഒരാള് ഡയറക്റ്റ് ഈ സ്ത്രീകളെ, മിസ്സിംഗ് ആയ സ്ത്രീകളെ ഒക്കെ ഫോണിൽ വിളിക്കുമെന്നൊക്കെയാണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ്. എന്തായാലും നിലവിൽ ഈ കൂത്താട്ടുകുളം കേസും ബിന്ദുവിന്റെ കേസും റീഓപ്പൺ ചെയ്ത് രണ്ടാമത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് സെബാസ്റ്റ്യനിലേക്ക് അവർ വരുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് പറയേണ്ട ഒരു മറുപടിയുണ്ട്. ഈ സ്ത്രീകൾ എവിടെ പോയി എന്നുള്ളൊരു ഉത്തരം പറയേണ്ടതുണ്ട്. അത് അന്വേഷണ സംഘത്തിന് പറയാൻ കഴിയുന്നുമില്ല. വ്യക്തമാണ്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഈ സ്ത്രീകൾക്കെല്ലാം എന്താണ് സംഭവിച്ചത്? കാരണം 40-നും 55-നും ഇടയിൽ പ്രായമുള്ള 6 സ്ത്രീകളുടെ തിരോധാനം, അതിൽ 5 കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പരിധിവരെയും പോലീസ് ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പമാണ് ജൂലിക്ക്, അതായത് റോസമ്മയുടെ ബന്ധുവായിട്ടുള്ള റോസമ്മയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്ന ജൂലിക്ക് എന്താണ് സംഭവിച്ചത്? ജൂലിയെക്കുറിച്ച് കുറേ നാളുകളായി ഒരു വിവരവുമില്ല. ജൂലിയെയും അപായപ്പെടുത്തിയതാണോ? അങ്ങനെയെങ്കിൽ അതിലും സെബാസ്റ്റ്യന് പങ്കുണ്ടോ? മാത്രമല്ല ഈ കേസുകളിൽ എല്ലാ കേസുകൾക്ക് പിന്നിലും സമാനമായൊരു സ്വഭാവമുണ്ട്. ഒരേ കാലയളവിൽ അതായത് 20 വർഷ കാലയളവിനിടെ നടത്തിയ കൊലപാതകങ്ങൾ, അതും സ്ത്രീകളെ. അതിന് എന്തിനു വേണ്ടിയാണ് സെബാസ്റ്റ്യൻ ഇവരെ വകവരുത്തിയതെന്ന് കൂടി അറിയണം. കൊല്ലത്തെ സ്വകാര്യ സ്വർണ്ണ പണയ സ്ഥാപനത്തിൽ നിന്നും 26 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നതായി പരാതി. കൊട്ടാരക്കര ചെങ്ങമനാട് പ്രവർത്തിക്കുന്ന മണിരത്നം എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് സ്വർണവുമായി മുങ്ങിയത്. ജീവനക്കാരി കൊട്ടാരക്കര പട്ടാഴി സ്വദേശിനി ആര്യ മോഹനെതിരെ പോലീസ് കേസെടുത്തു. ഒളിവിൽ കഴിയുന്ന ആര്യയ്ക്കും ഭർത്താവിനുമായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഈ ജീവനക്കാരി തന്നെയാണ് സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെ കവർച്ചയ്ക്ക് പിന്നിലെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ടോം, കഴിഞ്ഞ 19-ാം തീയതിയാണ് നമ്മൾ ഈ പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവം തന്നെ ഉണ്ടാകുന്നത്. ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്, പട്ടാഴി സ്വദേശിനിയാണ്, ആര്യ മോഹൻ എന്നാണ് ഇവരുടെ പേര്. ഈ സ്ഥാപനത്തിൽ സ്വർണം പണയം വെക്കാനായി കൊണ്ടുവന്ന സ്വർണമാണ് ഇവർ അവിടെ നിന്നും അപഹരിച്ചത്. അപഹരിച്ച സ്വർണം തന്നെ ഇവർ സമീപത്തുള്ള മറ്റ് പണയം ഇടപാട് സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി പണയം വെക്കുകയും അവിടെ നിന്ന് പണം അപഹരിക്കുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ അന്വേഷണം ഊർജിതമായി നടന്നു വരുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് സംഭവം ഇങ്ങനെയാണ്. ഈ സ്ഥാപനത്തിൽ നിന്നും സ്വർണം മോഷണം പോയ വിവരം ഇവർ ഓഡിറ്റിങ്ങിലൂടെയാണ് അറിയുന്നത്. ഓഡിറ്റിങ്ങിൽ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതോടുകൂടി ഇവർ അന്വേഷിച്ചു. ജീവനക്കാരോട് തിരക്കിയപ്പോഴാണ് ഈ ജീവനക്കാരി താൻ സ്വർണം എടുത്തു എന്ന് ഇവരോട് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ സമീപത്തായിട്ട് സ്വർണം പണയം വെച്ചതിന്റെ രേഖകളും ഈ സ്ഥാപന ഉടമയ്ക്ക് നൽകുകയും ചെയ്തു. എന്തായാലും ആദ്യം തന്നെ ഇവർ പോലീസിനെ സമീപിച്ചില്ല ടോം. ഉടൻ തന്നെ ഇവരുടെ അടുത്ത് ഈ സ്വർണം തിരികെ ഞങ്ങൾക്ക് എടുത്തു നൽകണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഈ യുവതി ഇവരുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി ഇവർ സ്വർണം പണയം വെച്ച സ്ഥലത്ത് നിന്ന് സ്വർണവും പണവും തിരികെ നൽകാം എന്ന് പറഞ്ഞ് ഒരു ഉറപ്പിന്മേൽ ഇവർ സ്ഥാപനം വിട്ടു പോവുകയായിരുന്നു. പിന്നീട് ഇവർ സ്ഥാപനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പരാതി. ഇവർ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നു. ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം ടോം. യെസ്, ഈ ഭർത്താവും അതോടൊപ്പം ഈ യുവതിയും ചേർന്നാണ് ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയത്. ഈ സ്വർണം കവർന്നതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. രണ്ടുപേരെ കുറിച്ചും യാതൊരു വിവരവുമില്ല.
എത്ര നാളായി ഈ യുവതി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ഈ 26 ലക്ഷം രൂപയുടെ സ്വർണത്തിനപ്പുറം ഇതിനു മുൻപ് അവർ ഇവിടെ നിന്നും സ്വർണം കവർന്നിട്ടുണ്ടോ? ഇക്കാര്യവും പരിശോധിക്കേണ്ടതല്ലേ വിനീഷ്? ടോം, അവർ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചില അറ്റംപ്റ്റുകൾ നടന്നതായിട്ട് ചില സൂചനകൾ അവർക്ക് ലഭ്യമായിട്ടുണ്ട്. 236 ഗ്രാം സ്വർണമാണ് ഇവർ ആ സ്ഥാപനത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം കവർന്നത്. 22 കവറുകളിലായി സൂക്ഷിച്ച സ്വർണമാണ്. ഈ കവർ ഉൾപ്പെടെ ഇവർ അവിടെ നിന്നും കൊണ്ടുപോവുകയായിരുന്നു. മുൻപും ഇത്തരത്തിലുള്ള അറ്റംപ്റ്റുകൾ നടന്നതായിട്ട് CCTV ദൃശ്യങ്ങളിൽ അവർക്ക് വ്യക്തമാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇവർ ഈ സ്വർണം മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമായത്. അപ്പോൾ കൂടുതൽ ഉറപ്പ് ലഭിച്ചിരുന്നു. പിന്നീട് ഇവരിൽ നിന്നും കുറ്റസമ്മതം മൊഴിയും കൂടെ ലഭിച്ചതോടുകൂടി ഉറപ്പിച്ചു ഇവർ തന്നെയാണ് ഈ മോഷ്ടാവ് എന്നുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്ഥാപനം ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. കാരണം പുറത്ത് ഈ ഒരു വാർത്ത സ്പ്രെഡാവാതിരിക്കാൻ ഇവരൊരു യുവതിയാണ്. അപ്പോൾ ചില പരിമിതികൾ, ഇവർക്ക് ചില സഹതാപങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തു എന്നാണ് നാം അറിയുന്നത്. എന്തായാലും ഇവർ വിറ്റ സ്ഥലത്ത് തന്നെ സ്വർണം തിരികെ കൊണ്ടുതരാം എന്ന ഒരു ഉറപ്പിന്മേലാണ് ഇവർ അവിടെ നിന്ന് പോയത്. പക്ഷേ 2 ദിവസമായിട്ടും ഇവർ ഈ സ്ഥാപനത്തിലെത്താതെയായി. ഇവരെ വിളിച്ചിട്ട് ഫോൺ കിട്ടാതെയായപ്പോഴാണ് ഈ സ്ഥാപന ഉടമകൾ പോലീസിൽ പരാതി നൽകിയത്. ഈ പോലീസ് ഇവരെ അന്വേഷിച്ച് ഇവർ താമസിക്കുന്ന ഇടത്തെത്തിയപ്പോൾ അവരവിടെ ഇല്ല. ആഡംബര കാറുകൾ കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. 1-2 കാറുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബൈക്ക്. ഇതെല്ലാം പോലീസ് അന്വേഷിച്ചപ്പോൾ ഇതൊന്നും തന്നെ ലോൺ എടുത്തതല്ല, സ്വന്തം പൈസയ്ക്ക് വാങ്ങിയതാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇവർ ഈ ആഡംബര ജീവിതം ലക്ഷ്യമാക്കിയാണ് ഒരുപക്ഷെ 26 ലക്ഷം രൂപയോളം ഈ ഒരു കളവ് നടത്തിയത് എന്ന് ചില സംശയങ്ങൾ അതിൽ നിന്ന് തന്നെ ഉണ്ടായി. എന്തായാലും സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർ തമിഴ്നാട്ടിലുണ്ട് എന്നുള്ള ചില സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഉടൻ തന്നെ ഇവർ പിടിയിലാകും എന്നുള്ള ഒരു അറിയിപ്പ് പോലീസിന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഇവരെ പിടികൂടിയെങ്കിൽ മാത്രമേ രണ്ടുപേരും ജീവനക്കാരിയും ഭർത്താവും സംസ്ഥാനം വിട്ടിട്ടുണ്ടെന്ന നിഗമനമാണുള്ളത്. 26 ലക്ഷം രൂപയുടെ സ്വർണവുമായിട്ടാണ് രണ്ടുപേരും നാടുവിട്ടത്. രണ്ടുപേരെയും കണ്ടെത്താൻ വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. CPM പ്രവർത്തകൻ ഓണിയൻ പ്രേമൻ വധക്കേസിൽ പ്രതികളായ മുഴുവൻ RSS BJP പ്രവർത്തകരെയും കോടതി വെറുതെ വിട്ടു. RSS BJP പ്രവർത്തകരായ 10 പേരെയാണ് കോടതി വെറുതെ വിട്ടത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതികളെ കുറ്റവിമുക്തരാക്കിയത്. 2015 ഫെബ്രുവരി 25-നാണ് CPM പ്രവർത്തകനായ ഓണിയൻ പ്രേമൻ കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സുമേഷ് മോറാഴ് ചേരുന്നുണ്ട്. സുമേഷ്, ഏറെ പ്രമാദമായ ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ഓണിയൻ പ്രേമൻ്റെ വധക്കേസ്. ഇവിടെ RSSനെ സംബന്ധിച്ച്, RSSനും BJP സംബന്ധിച്ച് പ്രതിക്കൂട്ടിലാക്കിയൊരു കേസ്. പക്ഷേ 10 പ്രതികളെയും വെറുതെ വിടുന്ന സാഹചര്യം. എന്താണ് ഈ കേസിൽ സംഭവിച്ചത്? എവിടെയാണ് പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചത്? ടോം, 2015 ഫെബ്രുവരി 25-നാണ് CPM പ്രവർത്തകനായിട്ടുള്ള ഒണിയൻ പ്രേമൻ കൊല്ലപ്പെടുന്നത്. ഈ ചിറ്റാർപ്പറമ്പ് ടൗണിൽ വെച്ച് രാത്രി 9 മണിയോടുകൂടി കാറിലും ബൈക്കിലും എത്തിയ 10ഓളം BJP RSS പ്രവർത്തകർ ഇദ്ദേഹത്തെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് പിറ്റേന്ന് രാവിലെയായിരുന്നു ഇദ്ദേഹം മരണപ്പെടുന്നത്. ഈ കേസിലായിരുന്നു 10ഓളം വരുന്ന BJP CPM പ്രവർത്തകരെ പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ പ്രതികളായിട്ടുള്ള CM സജേഷ്, KV ശ്യാമപ്രസാദ്, T പ്രജീഷ്, ഇഞ്ചക്കണ്ടി നിഷാന്ത്, P ലിജൻ, മണപ്പാട്ടി വിനീഷ്, C രജീഷ്, N നിജിൽ, രഞ്ജയ് രമേശ്, CV രഞ്ജിത്ത് എന്നിവരെയാണ് ഇപ്പോൾ തലശ്ശേരി സെഷൻസ് കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റവിമുക്തരാക്കിയിട്ടുള്ളത്. ഇതിലെ 2ാം പ്രതിയായിട്ടുള്ള KV ശ്യാമപ്രസാദ് മറ്റൊരു കേസിൽ കഴിഞ്ഞ 2 വർഷം മുന്നേ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷനെതിരെയാണ് ഇപ്പോൾ കോടതി സ്വാഭാവികമായിട്ടും വിധി വന്നിട്ടുള്ളത്. അതായത് സൈത്രം ഈ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ കേസിൽ ഈ പ്രതികൾ പ്രതികളെ വെറുതെ വിട്ട സാഹചര്യത്തിൽ ഇനി പ്രോസിക്യൂഷന്റെ അടുത്ത നീക്കം എന്താകും? ഇതിനെതിരെ, ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നീക്കം ഉണ്ടാകുമോ?
തീർച്ചയായും ടോം, അതായത് ഈ പ്രതികൾ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തായിട്ടുള്ള ഒരു തെളിവും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതാണ് ഈ കേസ് പരാജയപ്പെടാനുള്ള കാരണമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. നേരത്തെ BJP പ്രവർത്തകർ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM പാർട്ടി ഓഫീസിൽ നിന്നും കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് ഇത്തരം കേസുകളിൽ സാധാരണ ഈ കേസിൽ പെടുത്താറുള്ളത്. അതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അതുകൊണ്ട് തന്നെ ഈ വിധിക്കെതിരെ സ്വാഭാവികമായും വാദിഭാഗത്തിന് വേണ്ടി ഈ വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് കുടുംബാംഗങ്ങൾ. യെസ്, വ്യക്തമാണ്. സുമേഷ് മോറാഴിയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലെ CPM പ്രവർത്തകനായിരുന്ന ഉണിയൻ പ്രേമന്റെ വധക്കേസിലാണ് RSS BJP പ്രവർത്തകരായ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. കൊല്ലം പുനലൂരിൽ റബ്ബർ തോട്ടത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. കൊല്ലപ്പെട്ടത് സ്ത്രീയോ പുരുഷനോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇടതുകാലിന് സ്വാധീനമില്ലാത്ത ആളാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് പോലീസ് പറയുമ്പോഴും ആളെ കണ്ടെത്താൻ സാധിക്കാത്തതാണ് അന്വേഷണത്തിന് വെല്ലുവിളി. റബ്ബർ തോട്ടത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ആരുടേതെന്ന് ഇനിയും തിരിച്ചറിയാത്തതാണ് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നത്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഈ സംഭവം നടന്ന് മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തുമ്പും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും സൂചനകളുണ്ടോ? എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട്? ടോം, ഒരു കേട്ടുകേൾവിയില്ലാത്ത ഒരു കുറ്റകൃത്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പുനലൂരിൽ നടന്നത്. ശരിക്കും പോലീസിന് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിച്ച ഒരു കേസ് തന്നെ ഇന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ കേസിൽ ആരാണ് മരിച്ചത് എന്ന് കണ്ടെത്തണം, അതുപോലെ തന്നെ ഇത് കുറ്റകൃത്യം നടത്തിയ ആളെ കണ്ടെത്തണം. അങ്ങനെ ഒരു വലിയൊരു വെല്ലുവിളിയിലൂടെയാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുന്നത്. DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കൃത്യം നടത്തിയ സ്ഥലത്ത് നിന്നും കിട്ടിയ ചില പ്രാഥമികമായിട്ടുള്ള ചില വിവരങ്ങൾ, അതുപോലെ തന്നെ അവിടെ നിന്നും കിട്ടിയ ചില തെളിവുകൾ അതിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു ഒഴിഞ്ഞ കന്നാസ്, അതുപോലെ തന്നെ ഒരു ഒഴിഞ്ഞ കുപ്പി, കത്രിക, ബാഗ്, അങ്ങനെ ചില വസ്തുക്കളായിരുന്നു ഈ മൃതശരീരത്തിന് സമീപത്തു നിന്നും ലഭിച്ചത്. ഇതിൽ നിന്നും കിട്ടുന്ന ചില ഫോറൻസിക് പരിശോധനാ ഫലം, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, കാലിന് സ്വാധീനമില്ലാത്ത ആളുടെ മൃതശരീരമാണ് കണ്ടെത്തിയതെന്ന്. പക്ഷേ അങ്ങനെയെങ്കിൽ നമുക്ക് മുന്നിൽ വരുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്, ഒരു മുടന്തുള്ള ഒരാൾ എങ്ങനെ ഇത്ര ദൂരം ആ ഒരു വലിയ മലയുടെ മുകളിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇതിനെല്ലാം ഉത്തരം കിട്ടിയേ മതിയാവുകയുള്ളൂ. എന്തായാലും അതുപോലെ തന്നെ കന്നാസ് കിട്ടിയെന്ന് പറയുന്നു, പെട്രോളിൻ്റെ മണം ഉണ്ട്, അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയ കുപ്പിക്കുള്ളിൽ ആസിഡിൻ്റെ മണമാണ്. അങ്ങനെയെങ്കിൽ ഈ കന്നാസിൽ പെട്രോൾ വാങ്ങാനായിട്ട് പെട്രോൾ പമ്പിൽ എത്തിയത് ആരാണ്? അത്തരം ചില അന്വേഷണങ്ങൾ കൂടി വലിയ രീതിയിൽ നിർണായകമായി തന്നെ മാറുന്നു. പോലീസ് അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും 12 പേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം വിനീഷ്, സംസ്ഥാനം വിട്ട് കേരള പോലീസ് DYSP നേരത്തെ സൂചിപ്പിച്ച കാര്യം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിൽ നിന്നും ആരെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ കൊന്നു തള്ളി തെളിവ് നശിപ്പിച്ചു എന്നൊരു സംശയം കൂടി പോലീസിനുണ്ടോ? തീർച്ചയായും ടോം, അത്തരം സംശയങ്ങൾ തള്ളിക്കളയാനാകില്ല. കാരണം മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ നമ്മുടെ ഈ ജില്ലാ പരിധിയിലോ റൂറൽ ജില്ലാ പരിധിയിലോ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് ഇന്നും അറിയുന്നത്. ഈ കൃത്യം നടന്നത് പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അവിടെയും ഇത്തരത്തിലുള്ള ഒരു മിസ്സിംഗ് കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രധാനമായിട്ടും കാലിന് മുടന്തുള്ള ഒരാളെ കാണുവാനില്ല എന്ന രീതിയിൽ ഒരു കേസും ഇതുവരെ വന്നിട്ടില്ല. അത് പോലീസിന് വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുനലൂർ മൂവാറ്റുപുഴ പാതയാണ് നിരവധി അന്തർ സംസ്ഥാന വാഹനങ്ങളടക്കം കടന്നു പോകുന്ന സ്ഥലമാണ്. പ്രധാനമായും തീർത്ഥാടകരടക്കം കടന്നു പോകുന്ന ഒരു പാത കൂടിയാണ്. അപ്പോൾ ഈ കൃത്യം നടന്ന ഈ ഒരു മല, ആളുകേറ മല എന്ന് പറയുന്ന ഇതിൻ്റെ അടിവാരത്ത് നല്ല ഗ്രാമഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവിടെ നമുക്കറിയാം, ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്നവരെല്ലാം തന്നെ വാഹനം ഒതുക്കിയിട്ട് അവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ
മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ അന്വേഷണം വ്യാപിക്കുമോ എന്നുള്ള ചില സൂചനകളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും പോലീസിൽ നമുക്കറിയാൻ കഴിയുന്നത് ഡിവൈഎസ്പി ഇന്ന് കൃത്യമായി പറയുന്നുണ്ട് മറ്റ് സംസ്ഥാനത്തിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം ജില്ലാ പരിധിയിൽ ഇത്തരത്തിലുള്ള ഒരു മിസ്സിംഗ് കേസ് കാലിന് മുടന്തുള്ള ഒരാളെ കാണുവാനില്ല എന്നുള്ളൊരു മിസ്സിംഗ് കേസ് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഇതിന്റെ അന്വേഷണം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലം പുനലൂരിലെ റബ്ബർ തോട്ടത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലാണ് പോലീസ് ഇരുട്ടിൽ തപ്പുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.